ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചേമ്പ് മോര് കറി, നാടൻ നല്ല കുഞ്ഞു കുഞ്ഞു ചേമ്പില്ലേ, അത് കിട്ടി. അപ്പോൾ നല്ല നാടൻ ചേമ്പ് മോര് കറി നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണേ. പിന്നെ ഇതിൻ്റെ ഓടെ കൂടിയിട്ട് ഒരു അച്ചാറാക്കുന്നുണ്ട്, സബോള അച്ചാർ, വെല്ലുള്ളിയില്ലേ അത് അച്ചാറാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തേ കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നാടൻ ചേമ്പ്, കുഞ്ഞു കുഞ്ഞു നമ്മുടെ കൂർക്കയില്ലേ അതുപോലെയുള്ളൊരു ചേമ്പ് കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇന്ന് ഇതിന് വീഡിയോ ഇടാന്ന് കേട്ടോ. അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു ചേമ്പിന് തോല് കളയാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. അതിൽ ഞാനൊരു 2-3 പച്ചമുളകൊക്കെ കീറിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടിട്ട് മോര് കറി വയ്ക്കുന്നവരാരൊക്കെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് അത് നല്ല ഇപ്പോഴത്തെ ഒരു ഇഞ്ചിയുണ്ട്, വെള്ള ഇഞ്ചി, അത് ഇടണം കേട്ടോ, നല്ല ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇഞ്ചി ഇട്ടു, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചു. വെന്തതിന് ശേഷം വേവിക്കുമ്പോഴത്തേക്ക് ഇത്രയാണ് നമുക്ക് നാളികേരം വേണ്ടത്. പിന്നെ ഒരു ബൗള് നല്ല കട്ട തൈര്, നല്ല നാടൻ തൈരായിരുന്നു. അപ്പം നല്ല തൈരും കിട്ടി. അതുകൊണ്ടാണ് ഒന്ന് ചേമ്പ് കറി വയ്ക്കാൻ വെച്ചത്. നാളികേരത്തിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയെല്ലാം കുരുമുളകും ഇട്ടിട്ട് നല്ല ആ തൈരിൽ തന്നെ ഞാൻ അരയ്ക്കുകയാണ് ചെയ്തത്. നല്ല മഷി പോലെ അരയ്ക്കുക. അപ്പോൾ ഞാൻ വെന്തപ്പോൾ ഞാൻ കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേക്കിനെ വെന്തപ്പോൾ ഞാൻ ചട്ടിയിൽ വയ്ക്കാമെന്ന്. അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ കൂട്ടിയിട്ട് അതിൽ ഒഴിച്ചു. അതിനുശേഷം ആ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ചും കൂടി ആ തൈരിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്, അതൊന്ന് കലക്കി ആ വെള്ളം ഒന്ന് കലക്കിയിട്ട് അതിൽ ഒഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ അതിലൊക്കെ ഒഴിച്ച് ഇത്രയും ഞാൻ കറി നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ആക്കുക. പിന്നെ ഉലുവയും കടുകും ഉണക്കമുളകും കറിവേപ്പിലും വറുത്തിടാൻ മറക്കരുതേ. വറുത്തിടുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് വറുത്തിട്ടു. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അതിൻ്റെ കൂടിയിട്ടു. സൂപ്പർ മോര് കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണേ. അപ്പം നമ്മുടെ മോര് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ നല്ല സവോളയില്ലേ അതിനൊരു കുഞ്ഞു ഇതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയാണ്. ഇതൊരു മീഡിയം ഒരു വലുതുണ്ട്. അങ്ങനെ ഒരു 3 സവോളയാണ്. മുറിച്ച് വെച്ചതിലേക്ക് സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞത്. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണ എടുക്കാം കേട്ടോ. എള്ളെണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണ. അപ്പോൾ ഇത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ ചാറിലേക്കുള്ള നല്ലെണ്ണ അല്ലെങ്കിൽ സവോള അതിലുണ്ടാക്കിയാലും സവോള അച്ചാറിലേക്കുള്ള സവോളനെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൂടുതൽ ഇതിന് പക്ഷെ നല്ലെണ്ണേൻ്റെ രുചി വെളിച്ചെണ്ണ ഇട്ട് വഴറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണേക്കാളും നല്ലെണ്ണയാണ് നല്ലത്. ഉള്ളിയല്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഉള്ളി അച്ചാറാണെന്ന് നല്ലെണ്ണ അതിൻ്റെ മേലെ ഞാനങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ തീരെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് അത്യാവശ്യം കുറച്ചെണ്ണ എടുക്കണം. വെളിച്ചെണ്ണ ഇതൊന്ന് മൂത്ത് വരണമല്ലോ. അപ്പോൾ പൊടിയായിട്ടുള്ള സവാള അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒരു കളറ് മാറുന്ന വരെ, ചുവപ്പടിക്കണ്ട, ഒരു കളറ് മാറുന്ന വരെ അത് ഇട്ടിട്ട് അതിലേക്ക് എൻ്റെ കൈ കൊണ്ട് ഒരു പിടി വെളുത്തുള്ളി, പിന്നെ ഒരു പിടി ഇഞ്ചി, ഒരു പിടി നമ്മുടെ പച്ചമുളകിനെ വട്ടനം കൊടുത്തത് അതും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് കൈ കൊണ്ട് ഒരു പിടി കറിവേപ്പില എത്ര ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അച്ചാറിന്. അപ്പോൾ നല്ല ഒരു പിടി കറിവേപ്പിലയും ഇട്ടു. എന്നിട്ട് കല്ലുപ്പാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഒരു പിടി കല്ലുപ്പും ഇട്ടു. അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതെൻ്റെ കൈ കൊണ്ട് തന്നെ ഒരു പിടി ഇട്ട്. പിന്നെ ഒരു കുഞ്ഞൊരു സ്പൂണ് കൊണ്ടാണ്, അതുകൊണ്ട് അതിൽ മുളക് പൊടി ഇടണത്. അതിൽ 3 സ്പൂണ് മുളക് പൊടി ഇട്ടു. പിന്നെ 1 സ്പൂൺ അച്ചാർ പൊടി കൂടും കേട്ടോ. പിന്നെ കായം ഉലുവ ആണ് ഇടുന്നത്. അച്ചാർപ്പൊടി ഞാൻ ഇടാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, കായും ഉലുവയും വറുത്ത് പൊടിച്ചിട്ടിടാമെന്ന്. അപ്പോൾ കായും ഉലുവയും വറുത്ത് പൊടിച്ചിട്ടു. അച്ചാർപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. അച്ചാർപ്പൊടി വേണമെങ്കിൽ ഇടാം. കായും ഉലുവയും വറുത്ത് പൊടിച്ചാൽ തന്നെ മതി. പിന്നെ സുറുക്ക, അതായത് വിനാഗിരി എന്ന് പറയില്ലേ, അത് ഞാൻ ആ സ്പൂണ് കൊണ്ട് തന്നെ
ഒരു 3 സ്പൂണ് വിനാഗിരി ഒഴിച്ചു. പിന്നെ നല്ല തിളപ്പിച്ചാറിയ വെള്ളം, ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളം, അതും 1 കപ്പ് പറഞ്ഞാൽ 1 ഗ്ലാസ് അതിൽ അതും ഒഴിച്ച് ഒന്ന് കുറുകി വരിക. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കുറുകലുണ്ട്. അതോടെ കൂടെ നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. അതിൽ നമ്മൾ വറുത്ത് വെച്ച ഈ ഉലുവയും ജീരകമൊക്കെ, ഉലുവയും കായും വറുത്ത് വെച്ച ആ എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണയും കൂടി വെച്ചാൽ നമ്മുടെ സൂപ്പർ അച്ചാർ അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടിപൊളി അച്ചാറാണ്. ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കാൻ നല്ല അടിപൊളി, കഞ്ഞിക്കായാലും ചോറിനായാലും സൂപ്പറായിരിക്കും. താങ്ക് യു.